നമസ്കാരം. കേരളത്തിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമൊക്കെയുള്ള സിനിമ ഇൻഡസ്ട്രി ആകെ ഈ ഒരു റിപ്പോർട്ടിനെക്കുറിച്ചും ഇതിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളും ലൈംഗിക ചൂഷണങ്ങളും ഒക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം ഇത് ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പല ചലച്ചിത്ര ഇൻഡസ്ട്രികളിലും ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഈ അവസരത്തിൽ ഇത് ബോളിവുഡിലും ചർച്ചയാവുകയാണ്. ബോളിവുഡിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് നടിയും MP-യുമായ കങ്കണ റണൌട്ടാണ്. ബോളിവുഡ് താരങ്ങളും വനിതാ സഹപ്രവർത്തകരെ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട് എന്നാണ് അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞത്. എങ്ങനെയാണ് ബോളിവുഡിലെ നായകന്മാർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് എന്നറിയാമോ എന്നാണ് കങ്കണ ചോദിച്ചത്. ഡിന്നറിന് വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടും, മെസ്സേജുകൾ അയക്കും, ചെല്ലുന്നവരെ ലൈംഗികമായി ഉപദ്രവിക്കും എന്നാണ് കങ്കണയുടെ വാക്കുകൾ. കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തെക്കുറിച്ചും കങ്കണ റണൌട്ട് സംസാരിച്ചു. ബലാത്സംഗ കൊലപാതകത്തിലേക്ക് നോക്കൂ, എനിക്കെതിരെയുള്ള ബലാത്സംഗ ഭീഷണി നോക്കൂ. സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. സിനിമ മേഖലയും ഇക്കാര്യത്തിൽ വ്യത്യസ്തമല്ല. പെൺകുട്ടികളെ കോളേജ് പയ്യന്മാർ കമൻ്റ് അടിക്കും. സിനിമയിലെ നായകന്മാരും ഇതുപോലെയുള്ളവരാണ്. ജോലിസ്ഥലത്ത് ഒരു സ്ത്രീയെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നും കങ്കണ കൂട്ടിച്ചേർത്തു. കങ്കണ മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന എമർജൻസിയാണ് ഇവരുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം. ഇന്ദിരാഗാന്ധിയായിട്ടാണ് കങ്കണ ഈ ചിത്രത്തിൽ വേഷമിടുന്നത്. സിഖ് സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് എമർജൻസിയുടെ റിലീസ് കോടതി തടഞ്ഞിട്ടുണ്ട്. അതേസമയം RG കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സമരം തുടരുന്ന ജൂനിയർ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അംഗീകരിച്ചതായി റിപ്പോർട്ട്. സമരക്കാർ മുന്നോട്ട് വെച്ച 5 ആവശ്യങ്ങളിൽ 3 എണ്ണവും മുഖ്യമന്ത്രി അംഗീകരിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടറെയും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെയും മാറ്റി. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനെയും മാറ്റും. പ്രതിഷേധം തുടരുന്ന ഡോക്ടർമാരുമായി 6 മണിക്കൂർ നീണ്ട ചർച്ചയിലാണ് മുഖ്യമന്ത്രി തീരുമാനമെടുത്തത്. ഡോക്ടറുടെ കുടുംബത്തിന് പണം നൽകാൻ ശ്രമിച്ചു എന്ന ആരോപണം നേരിടുന്ന കൊൽക്കത്ത നോർത്ത് DCP-യെ മാറ്റുമെന്ന് മമത അറിയിച്ചു. ഡോക്ടർമാർ മുന്നോട്ട് വെച്ച CBI അന്വേഷണം നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ പ്രതിഷേധക്കാരുടെ 4 ആവശ്യങ്ങളും അംഗീകരിച്ചിരിക്കുകയാണെന്നും ജൂനിയർ ഡോക്ടർമാർ സമരം അവസാനിപ്പിക്കണമെന്നും മമതാ ബാനർജി അഭ്യർത്ഥിച്ചു. സമരം പിൻവലിക്കുന്നത് കൂടിയാലോചിച്ച് അറിയിക്കാമെന്ന് ജൂനിയർ ഡോക്ടർമാർ അറിയിച്ചു. വാക്കാലുള്ള ഉറപ്പാണെങ്കിലും 38 ദിവസം നീണ്ട സമരത്തിൻ്റെ വലിയ വിജയമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനങ്ങൾ എന്ന് സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർ പറഞ്ഞു. ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള മാഫിയ സംഘം ഇപ്പോഴും തുടരുകയാണ്. ഇവർക്കെതിരെയും നടപടി വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. അതേസമയം കൊൽക്കത്ത ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതേസമയം ഡോക്ടർമാരുടെ പ്രതിഷേധത്തിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരത്തെ രാജിസന്നദ്ധത അറിയിച്ചിരുന്നു. ഉന്നത പദവിയിൽ മതിമറന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറാണെന്നുമായിരുന്നു മമതയുടെ വാക്കുകൾ. സെക്രട്ടേറിയറ്റിൽ ജൂനിയർ ഡോക്ടർമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഡോക്ടർമാർ പങ്കെടുക്കാതിരുന്നതിന് പിന്നാലെയായിരുന്നു മമതയുടെ പ്രതികരണം. കൂടിക്കാഴ്ചയ്ക്കായി 2 മണിക്കൂറോളം കാത്തുനിന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഇങ്ങനെ പ്രതികരിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്ന ജൂനിയർ ഡോക്ടർമാരോട് മമത രൂക്ഷമായി പ്രതികരിച്ചു. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. RG കർ ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭിക്കുക തന്നെയാണ് എൻ്റെയും ആവശ്യമെന്നായിരുന്നു മമതയുടെ വാക്കുകൾ. കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന ഡോക്ടർമാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചെങ്കിലും തത്സമയ സംപ്രേഷണം വേണമെന്ന ആവശ്യം നിരാകരിച്ചു. 15-ൽ കൂടുതൽ ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കരുത് എന്നും നിർദ്ദേശമുണ്ടായിരുന്നു. 2 മണിക്കൂറോളം കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി കാത്തുനിന്നു. പക്ഷേ അവർ സ്ഥലത്തെത്തിയില്ല. RG കർ ആശുപത്രിയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അതിനാൽ ഡോക്ടർമാർ ആവശ്യപ്പെട്ടതുപോലെ തത്സമയം ഇക്കാര്യം സംപ്രേഷണം ചെയ്യാനാവില്ല എന്നും മമതാ ബാനർജി നേരത്തെ വ്യക്തമാക്കിയിരുന്നു.